ബിറ്റ്കോയിൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ആദ്യം തന്നെ പറയാനായിട്ടുള്ളത്. ആൻഡ് ഏതൊക്കെ രീതിയിലായിരിക്കും ഇനി ബിറ്റ്കോയിനിൽ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് സംഭവിക്കാനായിട്ട് പോകുന്നത്, ആൻഡ് എന്തുകൊണ്ടാണ് ആ രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് സംഭവിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വ്യക്തമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞേക്കാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ്. ആൻഡ് നമുക്ക് ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനലിലൂടെ വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു പാരലൽ ചാനൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളുകളായിട്ട് അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു പാരലൽ ചാനലിന് പുറത്തേക്ക് പ്രൈസിന് പോകാനായിട്ട് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രൈസ് ഇതിന് പുറത്തേക്ക് പോയിട്ടില്ല. ഓരോ മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്തും കൃത്യമായിട്ട് ഈ ഒരു പാരലൽ ചാനലിൻ്റെ ആ ഒരു ഡൗൺ ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 2013 കാര്യം നോക്കിയാലും 2014 കാര്യം നോക്കിയാലും 2015 കാര്യം നോക്കിയാലും 2018 കാര്യം നോക്കിയാലും 2020 കാര്യം നോക്കിയാലും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു പാരലൽ ചാനലിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ ഏതാണെന്ന് നോക്കിക്കണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 2018 ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ആ ഒരു 19K 20K ആ ഒരു റേഞ്ചിലാണ് പ്രൈസിനോടൊരു സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു പാരലൽ ചാനലിൻ്റെ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. പാസ്റ്റ് പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്നാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രൈസ് റിജക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് ഈ ഏരിയയിൽ നിന്നാണ്. അപ്പോൾ 2018 ഓൾ ടൈം ഹൈ ആണ് എന്നുള്ളത് കൊണ്ടും ഈ ഒരു ട്രെൻഡ് ലൈൻ ഈ ഒരു ഏരിയയിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ടും നമുക്കത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ആൻഡ് നമുക്ക് ഇവിടേക്ക് ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജ് കൂടെ കൊണ്ടുവരാം. ആൻഡ് 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജ് കൂടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു പാരലൽ ചാനൽ ഏത് രീതിയിലാണോ ഈ ഒരു പ്രൈസിനൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജും കൃത്യമായിട്ടൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നൊരു പ്രൈസ് റിജക്ഷൻ കിട്ടിയപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജിന് മുകളിലാണ് ഇപ്പോഴത്തെ ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സൈൻ തന്നെയാണ്. ജൂൺ മാസത്തിൽ ഈ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജിന് താഴേക്ക് പ്രൈസ് വന്നപ്പോൾ നമുക്കതൊരു ബെയറിഷ് ആയിട്ടുള്ള സൈൻ ആയിരുന്നു. ആൻഡ് കുറച്ച് ആഴ്ചകളോളം ആ ഒരു 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജിന് താഴെ തന്നെ ഈ ക്യാൻഡിൽസ് നിന്ന് കളിച്ചിട്ടുണ്ട്. ദെൻ അതിനുശേഷം കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ഈ 200 പീരീഡ് വീക്ക്ലി മൂവിങ് ആവറേജിന് മുകളിൽ തന്നെയാണ് ക്യാൻഡിൽസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്, വീക്ക്ലി ക്യാൻഡിൽസ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ അത് തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സൈൻ തന്നെയാണ്. നമുക്ക് ഒരു പുതിയ അപ് ട്രെൻഡിലേക്ക് ബിറ്റ്കോയിൻ കടക്കാനായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിലേക്ക് കടക്കാനായിട്ട് പോകുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രൈസ് വേണമെങ്കിൽ ഈ രീതിയിൽ താഴേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത, അതായത് ഒരു 19Kയിലേക്കൊക്കെ പ്രൈസ് ഇറങ്ങി വന്നാലും നമ്മൾ അവിടെ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൈസ് റിജക്ഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ തന്നെയാണ്. സോ അവിടെ നിന്ന് പ്രൈസിന് വേണമെങ്കിൽ ഈ രീതിയിലുള്ളൊരു പ്രൈസ് റിജക്ഷൻ സംഭവിക്കാം. അപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഒരു ഡബിൾ ബോട്ടം ചാർട്ട് വരാനാണ്, അതൊരു ട്രെൻഡ് റിവേഴ്സൽ ചാർട്ട് വരാനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈസ് ഒരു 19Kയിലേക്കൊക്കെ ഇറങ്ങി വന്നാലും നമുക്ക് അവിടെ പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇനിയും പ്രൈസ് താഴേക്ക് പോകുമെന്ന് പറയേണ്ട ആവശ്യമില്ല. 19Kയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ബിറ്റ്കോയിൻ വാങ്ങിക്കാവുന്ന ഒരു സാധ്യത നമുക്ക് അവിടെ തുറന്നു തരുന്ന ഒരു സംഭവമായിരിക്കും ആ ഒരു 19Kയിലേക്കുള്ള ഇറങ്ങി വരവ്. 19Kയിലേക്ക് ഇറങ്ങി വരാനായിട്ട് സാധ്യതകൾ നമുക്ക് നിലവിൽ കാണാനായിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രൈസ് ആക്ഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ പ്രതീക്ഷിക്കാം. അതായത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു ട്രെൻഡ് ലൈനിൽ പുറത്തേക്ക് പ്രൈസ് പോകാത്തിടത്തോളം കാലം, അതായത് ഈ ഒരു 19K എന്ന് പറയുന്ന, അല്ലെങ്കിൽ 18-19K എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ച് ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് വരാത്തിടത്തോളം കാലം നമ്മൾ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ട്രെൻഡ് നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം പാസ്റ്റ് പ്രൈസ് ആക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നതും ആ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഈ പാരലൽ ചാനൽ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അത് കാണാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഞാനൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ
ഓഗസ്റ്റ് മാസത്തിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ മാസത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 25K എന്ന് പറയുന്ന ഈ CPR മന്ത്ലി R1 ആയിരുന്നു നമ്മുടെ ഈ മാസത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു ടാർഗറ്റിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഇവിടെ കാഴ്ചവെക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഏകദേശം ഒരു 4.5% കൂടി ഒരു അപ്പ് മൂവ്മെൻറ്റ് ബിറ്റ്കോയിൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 25K എന്ന് പറയുന്ന ആ ഒരു ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ഈ ഒരു CPR ലെവൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേണിന് പുറത്തേക്ക് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു പാരാബോളിക് ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേണിലേക്ക് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു പ്രൈസിന് റിജക്ഷൻ സംഭവിക്കുമെന്നുള്ള കാര്യം പ്രതീക്ഷിക്കാം. കാരണം പാസ്റ്റ് പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേണിൽ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടാണ് പ്രൈസ് പോയിട്ടുള്ളത്. എന്നാൽ ഈ രീതിയിൽ പ്രൈസ് ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേണിന് പുറത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, പുറത്തേക്ക് പോയി ഈ രീതിയിൽ സൈഡ് വേസ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു ഡൗൺവേർഡ്സ് മൂവ്മെൻറ്റിനുള്ള ഒരു സാധ്യത നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലാണ് പാരാബോളിക് ചാർട്ട് പാറ്റേൺസ് പൊതുവെ കണ്ടുവരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഈ ഒരു പാരാബോളിക് ചാർട്ട് പാറ്റേണിന് പുറത്തേക്ക് പ്രൈസ് പോയതിന് ശേഷം മാത്രം. അതിന് പുറത്തേക്ക് പ്രൈസ് പോകാത്തിടത്തോളം കാലം നമ്മൾ സ്റ്റിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ CPR ഇൻഡിക്കേറ്റർ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ CPR ലെവലിലെ ഈ ബോട്ടം CPRും സെൻറ്റർ CPRും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ, അതായത് 21,650 മുതൽ 22,236 വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സോ ആ ഒരു പ്രൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ഡെയിലി ക്യാൻഡിൽ താഴെ ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു ബെയറിഷ് ആയിട്ടുള്ള സൈൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷോർട്ട് പൊസിഷൻസ് എടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതായിരിക്കും. അത് ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പ്രൈസ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽസോട് കൂടിയിട്ട് തന്നെ ഈ ഒരു CPR ലെവലിൽ നിന്നും നല്ലൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ ഇവിടെ ഒരു റിജക്ഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും, ഇതൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. അത് നല്ല രീതിയിലുള്ളൊരു ബൈയിങ് സിഗ്നൽ നമുക്ക് തരുന്ന ഒരു ക്യാൻഡിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 25K എന്ന് പറയുന്ന ഈ ഒരു മന്ത്ലി R1 ലൈൻ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു ഏരിയയിലേക്ക് തന്നെ പ്രൈസ് കയറി വരും എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഇനി ഞാനൊരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കേട്ടിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലെവൽസ് ഞാനിവിടെ പറഞ്ഞുതരാം. ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ ആയിരിക്കും. കാരണം ഇത് കൃത്യമായിട്ടുള്ള ഒരു ഡിമാൻഡ് സോൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു ഏരിയയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ വീണ്ടും അതിശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ ഇത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡിമാൻഡ് സോൺ ആണെന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളും പറയാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഈ ഏരിയയിൽ പ്രൈസിന് പല തവണ ഒരു റിജക്ഷൻ കിട്ടുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ഇതിനിടയിലുള്ള ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിട്ട് എടുക്കാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടേക്ക് വോളിയം പ്രൊഫൈൽ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു വോളിയം പ്രൊഫൈൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ഈ ഒരു ലെവലിൽ, അതായത് ഈ ഒരു 22,898 മുതൽ 23,137 വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ വലിയ രീതിയിലുള്ള വോളിയം കയറി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ അവിടെ ആ ഒരു ഏരിയയിൽ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ആ ഒരു ലെവലിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ള നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, നല്ല ശക്തമായിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലിനോട് വന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ വോളിയം പ്രൊഫൈൽ ജസ്റ്റ് ഹൈഡ് ചെയ്യുന്നുണ്ട്, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നല്ല രീതിയിലുള്ള ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാനിവിടെ CPR ലെവൽസ് ഒന്നുകൂടെ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് CPR ലെവൽസിൽ നമ്മുടെ മന്ത്ലി R1 നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു 25K ആണ്. സോ ഇവിടെ നിന്നുള്ള ഈ നല്ല രീതിയിലുള്ള മൊമെൻറ്റത്തോട് കൂടിയിട്ട് തന്നെ പ്രൈസ് ഇനിയും മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്യാനായിട്ട് പ്രൈസിന് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു 25K എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ ഇവിടെ നോക്കിയിട്ടുള്ളത്. 4 hour ടൈം ഫ്രെയിമിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഇതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ആ ഏരിയാസ് നമ്മൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഏരിയാസ് ആണ്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു 24,368 മുതൽ 24,651 വരെയുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഇടയിൽ വരുന്ന ഏറ്റവും കൂടുതൽ വോളിയം കയറി വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 22,898 മുതൽ
23,137 വരെയുള്ള ഒരു ഏരിയ ആണ്. ആൻഡ് നമ്മുടെ ഈ ഒരു ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് 20,737 മുതൽ 21,111 വരെയുള്ള ആ ഒരു ഏരിയ ആണ് നമുക്ക് വളരെയധികം നല്ലൊരു ഡിമാൻഡ് സോൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെവൽസ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. നിങ്ങളുടെ ഡേ ട്രേഡിങ്ങിനായാലും അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ ലെവൽസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാം വിട്ട് കളഞ്ഞേക്കാം. ഹാപ്പി ട്രേഡിംഗ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.